പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ആരാധനാ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ലോകത്തുള്ള എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടിയാണ്. നാളെയുടെ ഭാവി നമ്മുടെ യുവതി യുവാക്കളുടെ കരങ്ങളിലാണല്ലോ. ഈശോയോട് ചേർന്നൊന്നും ജീവിക്കുവാനായിട്ട് ഈ ആരാധന സമയം നമ്മുടെ ഓരോ യുവതി യുവാക്കൾക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയെ, ഞങ്ങളുടെ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ മനസ്സ്, ശരീരം, ബുദ്ധി, ആത്മാവ് അങ്ങയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈശോയെ, ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ, മുടങ്ങാതെ കുമ്പസാരിക്കുവാൻ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുവാൻ, സർവോപരി കുടുംബത്തോടൊപ്പമായിരിക്കാൻ, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായ വിധത്തിൽ ഈശോയെ, ഈ ആരാധന സമയം ഓരോ യുവതി യുവാക്കളുടെയും പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങളെ, ജോലി എന്ന ആഗ്രഹം, കുടുംബം എന്നുള്ള ആഗ്രഹം, ലക്ഷ്യബോധത്തോടെ ജീവിക്കാനായിട്ടുള്ള അവരുടെ ആഗ്രഹം, ഈശോയെ നിമിഷം ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ആരാധന സംബന്ധിക്കാൻ പോകുന്ന എല്ലാവരിലേക്കും ഇതെത്തിച്ചു കൊടുക്കുവാനായിട്ട് ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കുവാനായിട്ട് വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാവർക്കും ഒരു പുതിയ അനുഭവം, തങ്ങളുടെ ബോധ്യങ്ങളിലേക്ക് വരാനായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുവാൻ, ഞങ്ങളുടെ യുവതി യുവാക്കളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ആത്മാർത്ഥമായിട്ട് മനസ്തപിച്ചുകൊണ്ട് സങ്കീർത്തനം 51 ഞങ്ങൾ ചൊല്ലി കാഴ്ചവെക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ സന്തോഷിക്കട്ടെ. എന്നെ സന്തോഷഭരിതനാക്കണമേ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോന് നന്മ ചെയ്യണമേ. ജെറൂസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയുസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം മോശ ജോഷുവയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകിടുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ഈശോയെ, ഓരോ യുവാക്കളെയും ഞങ്ങൾ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ നേർവഴിയിലേക്കാകുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 119:10 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം പ്രത്യാശയുടെ വചനമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന വചനമാണ് മോശയിലൂടെ നിയമാവർത്തന പുസ്തകം 31:3 നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപേ പോകും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപേ പോകും. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം നമ്മൾക്ക് ശരീരത്തിനും മനസ്സിനും ശക്തിയും കരുത്തും നൽകുന്ന വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ യുവാക്കളെയും, ലോകം മുഴുവനിലെയും യുവാക്കളെയും അങ്ങ് ശക്തമാക്കണമേ, ശക്തരാക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയുസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഓരോ യുവാവിനെയും ഓരോ യുവാക്കളെയും കനിഞ്ഞനുഗ്രഹിക്കണമേ. അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണമേ. സങ്കീർത്തനം 139:14 പറയുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങെന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈശോയെ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ യുവാക്കൾക്ക് അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വലിയ ബോധ്യം നൽകണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. സുഭാഷിതങ്ങൾ 18:15 ബുദ്ധിമാൻ അറിവ് നേടുന്നു, വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു. നമുക്കും ഓരോ യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ യുവാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുമരുത്. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. ഈശോയെ, ലക്ഷ്യബോധത്തോടെ മുന്നീങ്ങുവാനായിട്ട്
യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. യാക്കോബ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം വാക്യം, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. നമുക്ക് ജ്ഞാനത്തിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 4:10 പറയുന്നു, മകനെ, എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. മകനെ, എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. സുഭാഷിതം 16:3 വീണ്ടും പറയുന്നു, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. സങ്കീർത്തനം 119:105 പറയുന്നു, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിനു വിളക്കും പാതയിൽ പ്രകാശവുമാണ്. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കളെ നിറയ്ക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ലക്ഷ്യബോധങ്ങൾ നൽകണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കളെ നേർവഴിക്ക് നയിക്കണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കപ്പെടുമെന്ന് നമുക്കറിയാമല്ലോ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. സങ്കീർത്തനം 37:4, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29:12, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. 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 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6-7 വരെയുള്ള വാക്യങ്ങൾ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഒന്നിനെയും കുറിച്ച് ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. സുഭാഷിതങ്ങൾ 19:16-9, അഹങ്കാരികളോട് ചേർന്ന് കൊള്ളമുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതമായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം യുവതി യുവാക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. സുഭാഷിതങ്ങൾ 16:9 പറയുന്നത് പോലെ, അഹങ്കാരികളോട് ചേർന്ന് കൊള്ളമുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിനീതമായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. സങ്കീർത്തനം 12:2 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. സങ്കീർത്തനം 37:23-24, മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. സങ്കീർത്തനം
23-24 പറയുന്നു, മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കളെ നയിക്കണമേ. ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ലക്ഷ്യബോധം നൽകണമേ. ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കളെ എല്ലാ തെറ്റായ അവസ്ഥകളിൽ നിന്നും വിമോചിപ്പിക്കണമേ. സുഭാഷിതം 3:9 പറയുന്നു, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4:7 പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3:14 പറയുന്നു, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സഹോദര സ്നേഹത്തിൽ നമുക്കായിരിക്കാം. സുഭാഷിതം 10:12 പറയുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. നമുക്ക് നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ യുവതികൾക്ക് എപ്പോഴും സന്തോഷപ്രദമായിട്ട് ആയിരിക്കുവാനായിട്ടുള്ള കൃപ ഈശോയെ അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തിയാൽ നൽകണമേ. സുഭാഷിതം 15:15 ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്, സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു. ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്, സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു. സുഭാഷിതം 17:22 പറയുന്നു, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്തുത്യർഹവും സ്നേഹാർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം അവസാനമായി, സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. സുഭാഷിതം 17:22 സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. സുഭാഷിതം 17:22 സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യകരമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. കർത്താവായ ഈശോയെ, അങ്ങേ തിരുവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ യുവതി യുവാക്കളെ ഉണർന്നെഴുന്നേൽപ്പിക്കണമേ. ആരോഗ്യത്തോടെ ആയിരിക്കാൻ, ലക്ഷ്യബോധത്തോടെ ആയിരിക്കുവാൻ, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തരാകാൻ, സമൂഹത്തിനും കുടുംബത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കുവാൻ കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുവചനത്തിന്റെ ശക്തിയാൽ ഈ ആരാധനയിലൂടെ എല്ലാ യുവതി യുവാക്കളെയും പ്രത്യേകമായ വിധത്തിൽ കർത്താവായ ഈശോയെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കളെ, ഇത് എത്തിച്ചേരാൻ പോകുന്ന ഇടത്തെ എല്ലാ ഇടങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. സുഭാഷിതങ്ങൾ 17:17 മിത്രം എപ്പോഴും മിത്രം തന്നെ, ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. സുഭാഷിതം വീണ്ടും 12:26 പറയുന്നു, നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. കർത്താവായ ഈശോയെ ഈ ആരാധന സമയം ഞങ്ങളുടെ യുവാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണല്ലോ. അവരെ അനുഗ്രഹിക്കണമേ. അവരെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. തെറ്റായ ബന്ധനങ്ങളിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരണമേ. പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ, കുമ്പസാരിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി മക്കളെ നേടുവാൻ, നാളത്തെ ഭാവിയായിട്ടുള്ള ഓരോ യുവാവിനെയും ഓരോ യുവതിയെയും അനുഗ്രഹിക്കണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ യുവതി യുവാക്കളെ ഇന്നും നേർവഴിക്ക് നയിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ കഴുകണമേ.
അങ്ങയുടെ തിരുഹൃദയത്തിനൊഴുകിയ തിരുജലത്താൽ വിശുദ്ധീകരിക്കണമേ. അവരെ അങ്ങയുടെ മക്കളാക്കി കാത്തുകൊള്ളണമേ. കർത്താവായ ഈശോയെ ഓരോ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ. ഓരോ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ. 3 പ്രാവശ്യം നമ്മൾ സങ്കീർത്തനം ചൊല്ലി. സങ്കീർത്തനം 91 യുവതി യുവാക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളിലോ അതുപോലെ ആൽക്കഹോളിൻ്റെയും ഡ്രഗ്സിൻ്റെയും മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ കെടുതിയിലോ, തൊഴിലില്ലായ്മയുടെ മേഖലയിലോ, കുടുംബസമാധാനമില്ലാത്ത മേഖലയിലോ, ഭവനങ്ങളിൽ വരാൻ സാധിക്കാത്ത വിധം തെറ്റായ കാര്യങ്ങളിൽ ഇടപെട്ട് കഴിയുന്നുണ്ടോ, അവരെല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് അവരുടെ മാതാപിതാക്കളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടൊപ്പം ചേർന്ന് നമ്മളുടെ ഓരോ യുവതി യുവാക്കിനു വേണ്ടി ഏതെങ്കിലും വ്യക്തികളെ നമ്മൾ അറിയും, തെറ്റായ ബന്ധങ്ങളിലോ അവസ്ഥകളിലോ ആണെങ്കിൽ അവരെ പ്രത്യേകം ഓർത്ത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓരോ യുവതി യുവാവിനെയും, പ്രത്യേകിച്ച് നമ്മൾ അറിയുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥയിലോ തിന്മയുടെ ബന്ധനത്തിലോ തെറ്റായ ബന്ധനങ്ങളിലോ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ദുരാവസ്ഥയിലോ ഏതെങ്കിലും തൊഴിലില്ലായ്മയിലോ നല്ല മോട്ടിവേഷൻ ഇല്ലാതെ ജീവിക്കുന്നുണ്ട്, അവരെല്ലാവരെയും നമുക്ക് ഓർത്ത് അവരുടെ പേരുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വീണ്ടും വീണ്ടും ഓരോ യുവതി യുവാവിനെയും ഈ സങ്കീർത്തനത്തിലൂടെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കണമേ. ഉത്തമ ബോധ്യമുള്ള
ബോധ്യങ്ങളുള്ള മക്കളായിട്ട് സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും യോഗ്യരായി നീക്കണമേ, മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക്, ആശീർവാദത്തിലേക്ക് ഓരോ യുവതി യുവാവിനെയും നമുക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ, സർവോപരി ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളിലോ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ കെടുതിയിലോ കുടുംബത്തിൽ വരാത്ത സുഹൃത്തുക്കളോടൊക്കെ കറങ്ങി നടന്ന് കുടുംബസമാധാനവും സന്തോഷം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലോ ജോലിയില്ലാത്ത അവസ്ഥയിലോ നിരാശയിലോ ആണെങ്കിൽ പ്രത്യാശയുടെ കിരണമായിട്ടുള്ള പരിശുദ്ധ കുർബാനയാൽ അവർ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ ഈ ലോകത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങൾ അറിയുന്നവരിലെ ഓരോ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു. അവരെ നേർവഴിക്ക് നടത്തണമേ. തെറ്റായ ബന്ധങ്ങളോ ഈശോയെ, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെ അവസ്ഥയോ ഈശോയെ, മറ്റേതെങ്കിലും അവസ്ഥകളിലോ അവരാണെങ്കിൽ അവരെ വിമോചിപ്പിക്കണമേ, അവരെ സഹായിക്കണമേ. ഈശോയെ ഓരോ യുവതി യുവാവിനെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന ഈശോയെ ഓരോ യുവതി യുവാവിനെയും, ഓരോ യുവാക്കളെയും, ഓരോ യുവതികളെയും അങ്ങയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ഓരോ യുവതി യുവാക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വിട്ടു തന്നുകൊണ്ട് അവർക്ക് ലക്ഷ്യബോധമുണ്ടാകുവാനായിട്ട്, നന്മയിൽ ജീവിക്കുവാനായിട്ട്, സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും അവർക്ക് തന്നെയും നിത്യമായിട്ടുള്ള അനുഗ്രഹത്തിന് നിദാനമായിട്ട് തീരാനായിട്ട് ഓരോ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു.